തൃശ്ശൂരെ നല്ല പൊന്നു വിളയുന്ന പാടങ്ങളാണ്, പക്ഷേ കർഷകന് കണ്ണീരാണ്. അതുകൊണ്ട് നെൽക്കതിരിന്റെ കൂടെ പടമൊന്നും ഇട്ടിട്ട് കാര്യമില്ല എന്നൊക്കെയാണ് ഇവിടെ കോൺഗ്രസ്സുകാർ പറയുന്നത്. അങ്ങനെയാണോ? കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് എല്ലാ കാലത്തും കർഷകരുടെ നിരന്തരമായ ആത്മഹത്യയാണ് ഈ രാജ്യത്ത് ഉണ്ടായിട്ടുള്ളത്. സംഭരിച്ച നെല്ലിന് പണം കിട്ടാത്ത അവസ്ഥയിൽ അവര് ആത്മഹത്യ ചെയ്യുമ്പോൾ തീർച്ചയായും ഒരിക്കലും ഇടതുപക്ഷത്തിന് കുത്തില്ല, 100% ഉറപ്പാണ്. 19 മുതൽ നിങ്ങൾക്ക് കുത്തിയിട്ട് നിങ്ങളല്ലേ ഭരിക്കുന്നത്? ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് എന്നിട്ട് നിങ്ങൾ കണ്ണീര് ഒപ്പിയോ? ഞങ്ങൾ കണ്ണീര് ഒപ്പുന്നുണ്ട്, ഒരു സംശയവും വേണ്ട. വിത്തിട്ടനി ഇപ്പൊ ഇത്തവണ കൊയ്യാൻ തന്നെയാണോ തീരുമാനം? വിത്തിട്ടാ കൊയ്യാൻ തന്നെയാണ് തീരുമാനം. ഇതിന് മുമ്പത്തെ MP ഉണ്ടായിരുന്ന CN 2.5 കോടി ലാഭം ഉണ്ടാക്കിയിട്ടാ പോയത്. MP ഫണ്ട് ചെലവാക്കാണ്ടേ അവിടെ ബാക്കി വെച്ചേക്കായിരുന്നു. ഫണ്ട് ഇത്രയും സ്കൂളുകൾക്കും ഉന്നതിക്ക് വേണ്ടിട്ട് കൊടുക്കുമ്പോ MP എന്ത് ചെയ്തു? കേരളീയവും നവകേരള സദസ്സും നടത്താൻ വേണ്ടി കോടതികൾ ചെലവാക്കിയ പൈസ ഉണ്ടെങ്കിൽ പെൻഷൻ കൊടുക്കാമായിരുന്നില്ലേ? ഇവര് കൊടുത്തതിന്റെ ഇരട്ടി ആളുകൾക്ക് മുടങ്ങാതെ കൊടുക്കുന്ന ഗവൺമെന്റാണ് ഇപ്പൊ കേരളം ഭരിക്കുന്നത്. 2019 മുതൽ സുരേഷ് ഗോപി വന്നതോടുകൂടി 17% വോട്ട് അധികം പിടിച്ചിട്ടുണ്ട്. അതേപ്പറ്റി നിങ്ങൾക്ക് ആർക്കൊന്നും പറയാൻ? LDFന്റെ വോട്ട് ഷെയറിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പുകളിലൊന്നും കാര്യമായ ഒരു കുറവുണ്ടായിട്ടില്ല. 1 ലക്ഷം രൂപ ഭൂരിപക്ഷത്തിന് പ്രതാപം LDFന്റെ വോട്ടിന് ഒരു കുറവ് വന്നിട്ടില്ല. കേന്ദ്രം ഭരിക്കുന്നത് എന്തായാലും BJP ആണെന്നറിയാം. സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര മന്ത്രിയാണെന്നും എല്ലാവർക്കും അറിയാം. മോദി 2 തവണ സുരേഷ് ഗോപിക്ക് വേണ്ടി ഇവിടെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അത് വെറുതെ അല്ലല്ലോ. പേടിച്ചിട്ടാണ് ഭരിക്കുന്നത്. ഇനിയും ചാവക്കാട് വരുന്നു, ഇരിങ്ങാലക്കുട വരുന്നു പറയുന്നു. LDF ആണ് ഇവിടെ മോദിനെ കൊണ്ടുവരുന്നത്. നേരിട്ട് പ്രധാനമന്ത്രിയായിട്ടുള്ള ബന്ധമുള്ള ആളും അതുപോലെ തന്നെ തൃശ്ശൂരിന്റെ സമഗ്രമായ പുരോഗതിക്ക് മാറ്റം വരുന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും അദ്ദേഹത്തിന് വോട്ട് ചെയ്യണം. 5 വർഷക്കാലമായിട്ട് ഒരു നല്ല നാടക നടനെ കേരള ജനങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. സുരേഷ് ഗോപി നാടക നടനല്ല, ജനസേവകനാണ്. ആളുടെ ജീവിതം ചരിത്രം എടുത്ത് പരിശോധിച്ചറിയാം. ഇന്നൊന്നിലും തുടങ്ങിയതല്ലത്. സുരേഷ് ഗോപി എന്ന് പറഞ്ഞാലേ ഒരു കീറി പറഞ്ഞ പുസ്തകമാണെന്ന് വിചാരിക്കുക. ഒരു കീറി പറഞ്ഞ പുസ്തകം ആരും വായിക്കില്ല. ഇതെല്ലാം പോട്ടെ, 93,000 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നല്ലോ കഴിഞ്ഞ തവണ പ്രധാനം ഉണ്ടായിരുന്നത്. ഇത് എങ്ങനെ നിങ്ങൾ കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ കരുവന്നൂർ വിഷയമെന്ന് അതിന്റെ യാഥാർത്ഥ്യം ഇവിടുത്തെ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. ഈ കരുവന്നൂര് പരിസരത്ത് ഒരുപാട് അച്ഛന്മാരും മക്കളും CPM ആൾക്കാരും BJP-യുടെ കരുവന്നൂർ ബാങ്കില് പൈസ ഇട്ടിട്ട് എടുക്കാൻ പറ്റില്ലേ അവർക്ക്? കോൺഗ്രസ്സുകാർക്ക് പറയാനായിട്ട് ഒരു വിഷയമില്ല. ഒരു പട്ടി ചത്താ പറയാ കരുവന്നൂർ ബാങ്കിന്റെ വിഷയം, ഒരു പൂച്ച കിണറ്റിൽ ചാടിയ കരുവന്നൂർ ബാങ്ക്. പൈസ കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്നവരെ പട്ടികളെ പൂച്ചകളാണോ? 100% MP ഫണ്ട് ചെലവഴിച്ച വ്യക്തികളിൽ 4ാമത്തെ ആളാണ് TN. ഇതിപ്പോ ആരും കൂവരുത്. കോൺഗ്രസിനെ എപ്പോഴും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മുരളീധരനെ ഇറക്കുന്നതെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവിടെ മുരളീനെ ഇറക്കി. നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഏകദേശം 1.5 ലക്ഷം രൂപ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മുരളീധരൻ ജയിക്കും. കാരണം മുരളീധരൻ തൃശ്ശൂർ നല്ല അടിത്തറയുള്ള ആളാണ്. മുരളീധരൻ ഒരു അടിത്തറ ഉണ്ടായിരുന്നു, അച്ഛന്റെ പേരിൽ ഒരു അടിത്തറ ഉണ്ടായിരുന്നു, അത് മകളെ ഇളക്കി. തൃശ്ശൂരിന്റെ മണ്ണിന് ഒരു പ്രത്യേകതയുണ്ട്. അച്ഛനും ജയിച്ചിട്ടില്ല, മോനും ജയിച്ചിട്ടില്ല, ജയിക്കാൻ പാടില്ല. സുനിൽ കുമാറിന്റെ പരാജയത്തിന്റെ തുടക്കമായിരിക്കും തെരഞ്ഞെടുപ്പ്. കരുണാകരന്റെ ഫാമിലിയിലെ പരാജയത്തിന്റെ തുടർച്ചയായിരിക്കും. രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ്, എന്നിട്ട് നാടാവിലെ ഈ കൊച്ചു കേരളത്തിലെ ഒളിത്താവളം അന്വേഷിച്ച് ഈ വയനാട്ടിൽ വന്ന് നിൽക്കുമ്പോ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പറ്റിയാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ വിഷമം. അല്ലാണ്ട് ഇവർക്ക് ജയിക്കാൻ പറ്റില്ല. വന്നു രാഹുൽ ഗാന്ധി നിങ്ങൾ പറ്റുമെങ്കിൽ ഇവര് ജയിച്ചു കഴിഞ്ഞാൽ BJP-യിലേക്ക് പോകും. ജയിക്കുന്നതിന് മുമ്പ് BJP-ക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള പണിയെടുക്കും. വോട്ടെണ്ണി കഴിയുമ്പോഴേ അവര് തന്നെ പറഞ്ഞ പോലെ ഇനാം വെച്ച് മറുപടി അന്വേഷിച്ച് പോകേണ്ടി വരും. 1 ലക്ഷത്തിന്റെ മേലെ ഭൂരിപക്ഷത്തില് 1ാം സ്ഥാനത്താണ് K മുരളീധരൻ എന്ന് പറയാനായിട്ട് ഈ സമയം ഞങ്ങൾ ചെലവഴിക്കുക. 1 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിൽ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ധാന്യക്കതിർ അടയാളത്തിൽ ഇരിങ്ങാലക്കുട പാർലമെന്റ്. ഞങ്ങൾക്കും ഒരു ലക്ഷത്തിന്റെ അടുത്തേക്ക് വരണം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ എന്തായാലും 1ാം സ്ഥാനത്ത് ഉറപ്പാണ്. ബാക്കിയുള്ളവർ 2ാം സ്ഥാനം 3ാം സ്ഥാനം അവർ നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞുതരാം, 29 രൂപയ്ക്ക് അരി കൊടുക്കണ്ട്. പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ, നിങ്ങൾ സഞ്ചിയായി പോയിക്കോ. തൃശ്ശൂര് ടൈറ്റാണ്.